എന്നാൽ ഒരു വിഷയം ഓർക്കണം, മരണം പെട്ടെന്നങ്ങനെ അല്ലാഹു തആല വരുത്തി തീർക്കുന്ന ഒന്നല്ല. അല്ലാഹു അർഹമുർ റഹീമീനാണ്. ഏൽപ്പിച്ച മലക്ക് വരുന്നതിന്റെ മുമ്പ് ഒരുപാട് സബബുകളെ, ഒരുപാട് ദൂതന്മാരെ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കാനാണ്. അതിൽ നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ പനി ബാധിക്കുന്നു എന്ന് പറയാറില്ലേ? അൽ ഹുമ്മാ നദീറുൽ മൗത്ത്, പനിയും മരണത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. എപ്പോൾ പനി വന്നാലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരണത്തെ ഓർത്തിരുന്നത് അവർക്ക് ആ തികഞ്ഞ ബോധം ഉള്ളത് കൊണ്ടാണ്. കുല്ലും ദിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകീന അലിഹി. ഓരോ മനുഷ്യനും രാവിലെ വൈകുന്നേരം ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. വൽ മൗതു അദ്നാ മിൻ ശിറാകീന അലിഹി, മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിരിക്കുന്നു. നോട്ടീസ് വാങ്ങി വേഗം കീശയിലിടാം, വേഗം കൊടുക്കണം. ഈ ചായ തന്നെ നമുക്ക് പ്രതികൂലമാണ്, എന്നാലും വേഗം കൊടുക്കും. ആരും ഉറങ്ങാതിരിക്കാതെ നിൽക്കാ, പിന്നെ എതിർക്കാത്ത പെട്ടെന്ന് കൊടുത്തിരിക്കണം. വാങ്ങി എട്ടെന്ന് കീശയിലിടാം. സംഭാവനക്കുള്ള നോട്ടീസ് ഒന്നും അല്ല, അതുകൊണ്ട് വേഗം കീശയിലിട്ടാ മതി. മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിട്ടുണ്ട്. പനി ബാധിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്, ഓരോ രോഗം വരുമ്പോഴും മരണത്തെ ഓർക്കേണ്ടതുണ്ട്, വസിയ്യത്ത് ഓർക്കേണ്ടതുണ്ട്. ഏത് ചെറിയ രോഗം പിടിപെട്ടാലും വസിയ്യത്ത് പ്രത്യേകം നമ്മുടെ തലക്കാംഭാഗത്ത് തലക്കാമ്പുറത്ത് എഴുതി വെക്കണം. പഴയകാലത്തെ ആളുകളൊക്കെ തലയിണയുടെ ചുവട്ടിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ തലയിണ പൊക്കി നോക്കുമ്പോൾ കടലാസ് കാണും. ആ കടലാസിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു തീർക്കും. ഇരിക്കട്ടെ, ആ വസിയ്യത്തുകൾ മറക്കരുത്. മരണം എപ്പോഴാണ് നമ്മെ സമീപിക്കാൻ വരുന്നതെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല. ബാപ്പ മരണപ്പെട്ടത് 70-ലാണ്, അപ്പൊ ഞാനൊരു 65 എന്ന് കണക്ക് കൂട്ടണ്ട. ഉപ്പ മരിച്ചത് 101-ലാണ്, എനിക്കൊരു 90 കിട്ടുമെന്ന് കണക്ക് കൂട്ടണ്ട. സുബ്ഹാനല്ലാഹ്, പ്രായമുള്ള ഉപ്പമാരെ രോഗികളായ മാതാവിനെയും പിതാവിനെയും ബാക്കി വെച്ച് ആരോഗ്യമുള്ള മക്കള് നടന്നു നീങ്ങിയിട്ടുണ്ട്. ഒരു രോഗവും ശരിക്ക് കണ്ടെത്താത്ത രൂപത്തിൽ ഒരു ചെറിയ ക്ഷീണം വന്നു, അവരെങ്ങനെ കിടന്നു, പിറ്റേന്ന് മരണപ്പെട്ടു. രോഗികളായ ബാപ്പയും ഉമ്മയും ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കണക്കിലേക്കും സബബിലേക്കും പോകരുത്. മലക്കുൽ മൗത്തിനെയാണ് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഒരുപാട് രോഗങ്ങൾ, വേദനകൾ, കുല്ലുഹാ ബരീദുൽ മൗത്ത്, ഹദീസിൽ കാണാം. രോഗങ്ങളും വേദനകളും അത് മരണത്തിന്റെ സന്ദേശവാഹകരാണ്. ബരീദുൽ മൗത്ത് വ റുസുലുൽ മൗത്ത്, മരണത്തിന്റെ ദൂതന്മാരാണ്. അവസാനത്തെ അവധി വന്നാൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരും. അപ്പൊ പെട്ടെന്ന് എന്താ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകൂല. മലക്കുൽ മൗത്ത് പറയും, അയ്യുഹൽ അബ്ദു കം ഖബറുൻ ബഅദ ഖബർ, എത്ര വാർത്തകൾ കഴിഞ്ഞു പോയി നീ കേട്ടില്ലേ? വകം റസൂലുൻ ബഅദ റസൂൽ, എത്ര ദൂതന്മാര് മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ട്. പലരും മാറി മാറി വന്നിട്ടുണ്ട്. വകം ബരീദും ബഅദ ബരീദ്, എത്ര പോസ്റ്റ്മാൻമാർ നിന്നെ സമീപിച്ചിട്ടുണ്ട്. പലരും നിന്റെ രോഗം നോക്കിയിട്ട്, നിന്റെ ക്ഷീണം നോക്കിയിട്ട്, നിന്റെ അവസ്ഥ കണ്ടിട്ട് പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ അവസാനം വന്ന ആളാണ്. ലൈസ ബഅദീ ഖബർ, എന്റെ ശേഷം ഇനി നിനക്കൊരു വിവരം വരാനില്ല. വാനർ റസൂലു ലൈസ ബഅദീ റസൂൽ, ഞാൻ അവസാനത്തെ സന്ദേശവാഹകനാണ്. എന്റെ ശേഷം നിനക്കൊരു സന്ദേശവാഹകൻ വരാനില്ല. അതുകൊണ്ട് അജിബ് റബ്ബക ത്വാഇയൻ ഔ മക്റൂഹാ,
നീ നിന്റെ റബ്ബിന് ഉത്തരം ചെയ്യണം. നിന്നെ പിടിക്കാൻ വന്നതാണ്. ഒന്നുകിൽ നിർബന്ധിതനായി അല്ലെങ്കിൽ വിധേയപ്പെട്ടുകൊണ്ട്, രണ്ടാലോ രൂപത്തിൽ. ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാര് കരയും. കരയുമ്പോ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അലാമൻ തസ്റഹൂന വഅലാമൻ തബ്കൂൻ. ആരമേല്ല നിങ്ങൾ ഒച്ച വെക്കുന്നത്, ആരപേരിലാ നിങ്ങൾ കരയുന്നത്. ഫവല്ലാഹി മാ ളലംതു ലഹു അജലാ. നിശ്ചയിച്ച അവധിയിൽ നിന്ന് ഒരു ചെറിയ സെക്കൻഡ് പോലും ഞാൻ ചുരുക്കിയിട്ടില്ലല്ലോ. വലാ അകൽതു ലഹു റിസ്ഖാ. ഭക്ഷിക്കേണ്ട ഭക്ഷണം ഞാൻ കുറച്ചിട്ടില്ലല്ലോ. റബ്ബല്ലേ വിളിച്ചത്. അതുകൊണ്ട് കരയുന്നവരൊക്കെ സ്വന്തം ശരീരത്തിന്റെ മേൽ കരഞ്ഞോളൂ. ഫല്യുബ്കിൽ ബാക്കി അലാ നഫ്സിഹി. നിങ്ങൾ മരിച്ച ആൾ ആലോചിച്ച് കരയുന്നതിനേക്കാളും ഭേദം നിങ്ങൾക്കും ഒരു മരണം വരാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് കരയലാണ് ബുദ്ധി. ഫൈനലി ഫീകും ഔദാത്. പലപ്പോഴും നിങ്ങൾ എനിക്ക് സന്ദർശിക്കാനുണ്ട്. ഒരിക്കലല്ല, ഒരു ദിവസം ഒരുപാട് നേരം സന്ദർശിക്കും. ഇമാം ഖുർത്തുബി തങ്ങൾ തദ്കിറയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഓരോ വീട്ടുമുറ്റത്തും ഒരു ദിവസം 70 പ്രാവശ്യം മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം വീട്ടുകാരെ എത്തി നോക്കി പോകുന്നുണ്ട്. ഇന്നത്തെ ഈ മെമ്പർമാരിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടോ? ഇന്നെനിക്ക് നിശ്ചയിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? എത്തി നോക്കി പോകുന്നുണ്ട്. അതാണ് ഈ ഹദീസിലും പറയുന്നത്, ഫൈനലി ഫീകും ഔദാത്. എനിക്കൊരുപാട് നിങ്ങളെ സന്ദർശിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ സന്ദർശനം ഒരു നിലക്കും കുറക്കൂല, ഒരു നിലക്കും മാറ്റൂല. ഈ ഹദീസ് പറഞ്ഞിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ റഔ മകാനഹു. ജനങ്ങൾ കാണാത്തത് കൊണ്ടല്ലേ, അസ്രായീലിന്റെ സ്ഥാനം അവർ കണ്ടിരുന്നെങ്കിൽ, വസമിഉ കലാമഹു, അസ്രായീലിന്റെ സംസാരം അവർ കേട്ടിരുന്നെങ്കിൽ, ലദഹലു അൻ മയ്യിതിഹിം. അല്ലാഹു കേൾപ്പിക്കാതിരുന്നതാ. ഈ മയ്യിത്തിന്റെ വിഷയത്തിൽ പിന്നെ അവർക്ക് ശ്രദ്ധ ഉണ്ടാകൂല. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന കലാമ് അവർ കേൾക്കുകയും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്ന സ്ഥാനം അവർ കാണുകയും ചെയ്തിരുന്നെങ്കിൽ, ലദഹലു അൻ മയ്യിതിഹിം വലബഖു വല അൻഫുസിഹിം. സ്വന്തത്തെ ചിന്തിച്ചുകൊണ്ട് അവർ കരയും. മരിച്ചാൽ ആളുകളൊക്കെ കരയും. മരിച്ചുപോയവർക്ക് വേണ്ടി കരയുന്നതിനേക്കാളും ഭേദം മരിക്കാനുള്ള നമ്മൾ ആലോചിച്ച് നമ്മൾ കരയലാണ്. നാളെ പിറ്റേന്നാണ് റബ്ബേ ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട്, ഞാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പുകാര് ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് വരാനിരിക്കുന്നത്. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ എന്തിനാ പെട്ടെന്ന് വന്നത്? റൂഹ് പിടിക്കാനാണോ? അതെ, റൂഹ് പിടിക്കാനാണ്. ഒരു സന്ദേശം ഒന്നും നേരത്തെ തരാതെയാണോ വന്നത്? അല്ല, തന്നിട്ടുണ്ട്. ചോദിച്ചു, ഐന ജാറുക, നിങ്ങളെ അയൽക്കാരനെവിടെ? നിങ്ങളെ കൂടെ നടന്നിരുന്ന കൂട്ടുകാരനെവിടെ? ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ? ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ? ഉമ്മമാരെ, ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ? ഇല്ലല്ലോ. പലരും പിരിഞ്ഞു പോയില്ലേ? അതൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ്. എന്തിന്? നമ്മളൊന്ന് ഒരുങ്ങാൻ, മരണത്തിന് വേണ്ടി തയ്യാറാകാൻ. അല്ലാഹു നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ. മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം. ഇരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികൾ ഏൽക്കുന്ന അവസ്ഥയെ പറ്റി ഓതിയ ആയത്തുകളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിടുമ്പോ അതിനു മുമ്പ് സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന
റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റുഭാഗത്തും അവർ നിൽക്കുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞ മഹാന്മാരുണ്ട്, അവർക്ക് കൈകൊടുത്തവരുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ച് അതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും അത്തറെല്ലാം പൂശാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ അങ്ങ് മാറി നിന്നോളൂ, ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് സംഭാഷണമാണ്. അവിടെ ആരോടാ സംവദിക്കുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. നേരെ ചൊവ്വേ വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയവർ, വിശ്വാസ രംഗത്തോ കർമ്മരംഗത്തോ വൈകല്യം സംഭവിച്ചവരല്ല. റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, റബ്ബ് അല്ലാഹു ആണെന്നും അല്ലാഹ് വിശ്വസിക്കാൻ പറഞ്ഞ സകലും വിശ്വസിച്ച് ഇസ്തിഖാമത്തിലായി മുന്നോട്ട് നീങ്ങിയ ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ സമീപത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീർ വിശദീകരിച്ചപ്പോ മരണത്തിന്റെ നേരത്താണോ അല്ല ബഅസിന്റെ നേരത്താണോ ഖബറിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവർകൾ പറഞ്ഞു, ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കലാണ്. മരിക്കുമ്പോൾ മാത്രമല്ല, ഖബറിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, ഖബറിലെത്തിയാൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തൂഅദൂൻ. ഒന്നും ഭയക്കേണ്ടതില്ല. എന്ത് ഭയപ്പെടാൻ? ഇനി വരുന്ന ഖബറിനെ കുറിച്ച്, അതിനുശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച്, ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല. വലാ തഹ്സനൂ, ഒരു 60 കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ, ഒരു 40 കൊല്ലം കഴിഞ്ഞില്ലേ, അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തൂഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ട് അവർ പറയുന്നത് നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്, നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ്. ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, ഒന്നും വിഷമിക്കണ്ട. മലക്കുകൾ വന്ന് പറയുന്ന സാഹചര്യം അതെ ഇവിടെ തന്നെ പല ഹൽഖകളിലും പല ഹദ്റകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലത്തെ മഹാന്മാർ മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, ആ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് സന്തോഷ വാർത്തയുമായി മലക്കുകൾ വരുന്നതാണ്. വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത്, ഒരേ രൂപത്തിലല്ലല്ലോ. നിങ്ങൾ നോക്ക്, മരിച്ചു കഴിഞ്ഞ് ജനാസ കൂടെ പോകുമ്പോ, ജനാസ കൊണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ജനാസ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ച പക്ഷികളതാ പറന്നു പോകുന്നു. പക്ഷികളുടെ ആഗ്രഹം
ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട്. ഞങ്ങൾ കണ്ടത് കറുപ്പും വെളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത് എന്ന് മുശ്രിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ. അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത്, വേറെ കുറെ രൂപങ്ങളാ കണ്ടത്. മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല. മലക്കുകളല്ലേ ആ വന്നത്, വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത്. ഇതേ രൂപത്തിൽ പച്ചപ്പക്ഷികൾ ആ ജനാസയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് 40,000 ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. കാരണം മുഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ഒരു സാധാ മനുഷ്യനല്ല. അവർക്ക് ബിശാറത്ത് ഏകാൻ, അവർക്ക് സന്തോഷമേകാൻ ഒരുപാട് അത്തരത്തിലുണ്ടാകാറുണ്ട്. ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വഹാബത്ത് കൊണ്ടുപോകുമ്പോ ഖബറിലേക്ക് വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കഫംബുടയുടെ ഉള്ളിലേക്ക് താഴോട്ടിറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല. ഖബറിലേക്ക് ജനാസ വെച്ചപ്പോ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്ന ആളല്ല, ഓതുന്ന ആളാരും കാണുന്നില്ല. നമ്മളൊക്കെ സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ച് ഓതുന്ന ഓത്ത് ഖബറിലേക്ക് ജനാസ വെച്ചപ്പോഴേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്, ആരാണിത് ഓതുന്നത്? എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല. നമ്മളല്ലേ തൽഖീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത്, അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല. എന്താ വിളിച്ചു പറയുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിലേക്ക് സായുജ്യമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിലേക്ക് ഒതുങ്ങിച്ചേർന്ന ഇണങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേ, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങുക. റാദിയത്തൻ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും, മർദിയത്തൻ, അല്ലാഹുവിന്റെ സവാബിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിമകൾ എന്ന് അല്ലാഹു പേരെടുത്തു പറഞ്ഞ ഇഷ്ടദാസന്മാരിൽ നീ ചേരുക. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കുക. എന്തൊരു സന്തോഷ വാർത്തയാണ്! സുബ്ഹാനല്ലാഹ്, അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ, അവരുടെ മരണം കാണുമ്പോ, മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ, മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ, മരണത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ? റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? മഹാനവർകൾ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു. റബീഉ ഇബ്നു ഖിറാശ് തങ്ങളെ ജനാസ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങളതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അസ്സലാമു അലൈക്കും. മരിച്ചു കഴിഞ്ഞ് കഫൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത്. മറുപടി പറഞ്ഞു, വഅലൈക്കുമുസ്സലാം. നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കിടക്കുന്ന ജനാസ പറയുന്നത്, കഫനിലായി പൊതിയുന്ന ജനാസ പറയുന്നത്, ബലാ, ഞാൻ മരിച്ചിട്ടുണ്ട്. വലാകിൻ ലഖീതു ബഅദകും റബ്ബീ, നിങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ, എന്റെ റബ്ബിനെ ഞാൻ അഭിമുഖീകരിച്ചു. വലഖിയനി ബിറൗഹിൻ വറൈഹാൻ, അല്ലാഹു എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല റാഹത്തോടെയും റഹ്മത്തോടെയുമാണ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീന ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. അല്ലാഹുവിനോട് സമീപ്യം പുലർത്തി, അല്ലാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ
ഫറൗഹും വറൈഹാൻ, മരണവും മരണാനന്തരവും ഫറൗഹുൻ സന്തോഷമാണ്, വറൈഹാനുൻ സൗന്ദര്യമാണ്, ആനന്ദമാണ്, റഹ്മത്താണ്, വജന്നത്തു നഈം സർവാനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ്. റബ്ബ് എന്നെ അങ്ങനെയാണ് അഭിമുഖീകരിച്ചത്. റബ്ബുൻ ഗൈറു ഗദ്ബാൻ, ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപിക്കുന്ന റബ്ബല്ല, എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി. സുമ്മ കസാനി സിയാബം മിൻ സുന്ദുസിൻ നഖ്ലർ, പിന്നെ എനിക്ക് സ്വർഗ്ഗത്തിലെ പച്ചപ്പട്ട അല്ലാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. അതേ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് അല്ലാഹു സമ്മതം, നിങ്ങളോടൊന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അല്ലാഹു എനിക്ക് സമ്മതം തന്നതാണ്. അതുകൊണ്ട് അവസാനം ഒരു വസിയത്തും കൂടി, നിങ്ങൾ കാണും പോലെ നിങ്ങളും മരിക്കാനുള്ളവരാണ്. ഫസദ്ദിദു വഖാരിബു വബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ നേരായ മാർഗത്തിലൂടെ നടക്കണം, ഹക്കായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം. ഇതങ്ങ് പറഞ്ഞപ്പോ കാനത്ത് കഹസ്വാത്തിൻ വഖഅത് ഫീമാ, വെള്ളത്തിലേക്ക് ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ ഞങ്ങളൊക്കെ ശാന്തമായിട്ട് ആ കല്ലുകളൊക്കെ വെള്ളത്തിൽ പോയി നിന്നിട്ട് ഒരു ശബ്ദം അടങ്ങിയതുപോലെ ജനാസ തജ്ഹീസ് ചെയ്യുന്ന സമയത്താണ് റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരം കേൾക്കുന്നത്. വല്ലാത്ത സന്തോഷത്തോടെ മരിച്ചു പിരിഞ്ഞ മഹാന്മാർ, ഉറക്കെ കലിമ ചൊല്ലി പിരിഞ്ഞവർ. തവഫാകും മലക്കുൽ മൗത്ത്, സൂറത്തിലെ ഈ 10ാമത്തെ ആയത്ത് ഓതുമ്പോഴേക്കും മലക്കുൽ മൗത്ത് വരുന്നതും നമ്മെ റൂഹിനെ പിടിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതും നമ്മൾ തീർച്ചപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് സമയം കാത്തിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും സമയമായി കഴിഞ്ഞാൽ ഇളവ് തരില്ല, വിട്ടുവീഴ്ച തരില്ല. പക്ഷെ ആ പോകുന്ന പോക്ക് സന്തോഷത്തോടെ പോകണം. ജീവിതകാലത്ത് എന്റെ അവസ്ഥ അറിഞ്ഞ ശേഷമേ ഞാൻ ചിരിക്കൂ എന്ന് വലിയ വലിയ സന്തോഷത്തോടെ പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഹാരിസുൽ ഖുസി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു തീരെ ചിരിക്കാറില്ല. ചോദിക്കുമ്പോ മഹാനവർകൾ പറയും, ചിരിക്കണമെങ്കിൽ എനിക്കൊരു അറിവ് ലഭിക്കാനുണ്ട്. ഐന മസീരി, എന്റെ ആത്മാവ് മടങ്ങിപ്പോകുന്ന സ്ഥലം ഏതാണെന്നറിയണം. ഫമാ ളഹിക ഇല്ലാ ബഅദ മൗതിഹി, മരണത്തിന്റെ ശേഷമല്ലാതെ മഹാൻ ചിരിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് ജനങ്ങൾ വന്നു നോക്കുമ്പോ ചിരിച്ചു കിടക്കുകയാണ്. ആ ചിരിക്കുമ്പോൾ കവിളിങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് കാണുകയാണ്. തന്റെ സഹോദരനോ ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ശേഷം സ്വർഗത്തിലാ നരകത്തിലാണ് എന്നറിയട്ടെ, എന്നിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ മഹാനാൻ. കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഹാരിസുൽ ഖുസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ കട്ടിലിൽ കിടത്തി കുളിപ്പിക്കുമ്പോ കുളികർമ്മം കഴിയുന്നത് വരെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടുപോയി. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാനാണ് റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു. താബിഈയാണ്, സ്വഹാബിയല്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് എതിർത്ത 2 മക്കളുണ്ട്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മക്കളെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നപ്പോ, ളാലിമായതുകൊണ്ട് മറച്ചു വെക്കൽ ഹലാലാണല്ലോ, പക്ഷേ സത്യത്തിന്റെ ഊക്ക് നോക്കണം. റബീഉ ബിൻ ഖിറാശ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള സമയത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് വന്നിട്ട് ചോദിക്കുന്നു, നിന്റെ മക്കളെവിടെ? നിങ്ങളെ വാപ്പ തീരെ കളവ് പറയൂല എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മക്കളെവിടെ? മക്കളെ വേണോ? അതാ വീട്ടിന്റെ ഉള്ളിലുണ്ട്, വിളിക്കണോ? ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് നേർക്ക് നേരെ കാര്യം അങ്ങ് പറഞ്ഞപ്പോ ഹജ്ജാജ് പറഞ്ഞു, മക്കൾക്ക് ഞാൻ വിട്ടുവീഴ്ച നൽകി. ബിസുദ്ഖിക, നിങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളെ പോലെ സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.
മക്കൾക്ക് എന്തെങ്കിലും കേടുപറ്റി പോകുമെന്ന് കരുതിയിട്ട് അവിടെ സത്യം പറയൽ ചെറിയ രൂപത്തിലെങ്കിലും ജായിസായി വരുന്നുവെങ്കിലും, പക്ഷേ എന്നാ കളവ് പറയൽ ജായിസായി വരുമെങ്കിലും എനിക്കത് വേണ്ട, ഞാൻ സത്യപക്ഷത്ത് ഉറച്ചു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് മഹാനവർകൾ ഉറക്കെ സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്ത്, മരണത്തിന്റെ നേരത്ത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി പിരിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥന മാത്രം പോരാ, ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കഴിവിന്റെ പരമാവധി നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണെന്നറിയോ? മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും സുഖം കിട്ടണമെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശിച്ച നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. മദീനത്തെ പള്ളിയിൽ നടന്ന അവസാനത്തെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബാ, മരിച്ചു കഴിഞ്ഞ് എന്റെ ഹൗലിന്റെ സമീപത്ത് നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നാളെ എന്റെ ഹൗലിന്റെ അടുക്കൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് കോപ്പ വാങ്ങാൻ നിങ്ങളെ കയ്യിന് വിശുദ്ധി വേണം. ആ കോപ്പയിൽ കുടിക്കാൻ നിങ്ങൾക്ക് സംശുദ്ധി വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഫൽ യംലിക് യദഹു വലിസാനഹു, കയ്യിനെയും നാവിനെയും നിയന്ത്രിക്കട്ടെ. നിയന്ത്രിക്കേണ്ട കാലമാണ്, കൂടുതൽ നിയന്ത്രിക്കേണ്ട സന്ദർഭമാണ്. ആ ഒരു നിയന്ത്രണം ജീവിതകാലത്ത് നിങ്ങൾ പാലിച്ചാൽ, ശ്രദ്ധിച്ചാൽ, മരിക്കുന്ന നേരത്തും നേരെ ചൊവ്വേ പോകാൻ കഴിയും. ഈമാൻ കിട്ടി മൂത്താകണമെങ്കിൽ നാവിനെ നന്നായി ശ്രദ്ധിക്കണം, നാവിനെ നന്നായി സൂക്ഷിക്കണം. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഒക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കണം. നമീമത്ത് എന്ന് പറയുന്ന രോഗം കടുത്ത രോഗമല്ലേ? എത്രയാണത് കൂടിക്കൂടി വരുന്നത്. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ നന്നായി സൂക്ഷിക്കണം. അറിയാത്തത് പറയുന്നു എന്ന് മാത്രല്ല, എന്തെങ്കിലുമൊക്കെ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ മേൽവിലാസത്തിലില്ല. ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ സംഭാവന ചെയ്തു പോയി. പങ്കെടുക്കാത്ത ആൾക്കാർക്കും നമുക്കാരെങ്കിലൊക്കെ പറയാനുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തുപോയി. അവർക്കാണെങ്കിൽ നല്ല സുഖം കിട്ടിപ്പോയി. ഇത്തരം മജ്‌ലിസിലൊന്നും വരാതെ ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് അവർക്ക് കിട്ടിപ്പോയി. അങ്ങനെ എന്നും ഇങ്ങനെ സംഭാവന ചെയ്യുന്ന അമലുകൾ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാകരുത് നമ്മൾ. അങ്ങനെ ആകുമ്പോ നമ്മളെ പേരല്ലേ മുഫ്ലിസ് എന്ന് പറഞ്ഞു, പാപ്പരായവൻ, തൊലഞ്ഞവൻ എന്ന് പറഞ്ഞു. നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ വളരെ കൃത്യമായി കലിമ ചൊല്ലാനും ആഖിബത്ത് മുതലാക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവ് വരും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നാവിനെ